പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അനേക ഭക്തന്മാർ കടന്നുപോയ ഒരു സാഹചര്യമാണ് ഏകാന്തത എന്നുള്ളത്, ഐസൊലേഷൻ അല്ലെങ്കിൽ സൈലൻസ്. ദാവീദ് പറയുന്നുണ്ടല്ലോ, ദൈവമേ നീ മൗനമായിരിക്കരുതേ, നീ കേൾക്കാതെ ഇരിക്കരുത്. അപ്പോൾ ദാവീദ് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നുപോയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ദൈവം പോലും മൗനമായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിനും പഠിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ പുറകിൽ ശക്തമായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അനേക ഭക്തന്മാരെ നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയും. മോശയുടെ ജീവിതത്തിൽ താൻ ഏകാന്തതയുടെ അനുഭവം അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ നേരിട്ട സാഹചര്യങ്ങളുണ്ട്. മോശയെ ഞാങ്ങണപ്പെട്ടകത്തിൽ നൈൽ നദിയിലായിരുന്നപ്പോൾ തൻ്റെ മാതാവ് തനിക്ക് സമീപമില്ലായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മോശ കടന്നു വന്നു. ദൈവം അവനെ എത്തിച്ചു. 40 വർഷം ആ കൊട്ടാരത്തിൽ വളരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ അതിന് ശേഷമുള്ള 40 വർഷം താൻ മരുഭൂമിയിലായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട്, ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലായിരുന്നു. ആ മരുഭൂമിയിൽ താൻ ഒത്തിരി ഏകാന്തതയുടെ നാളുകൾ കടന്നുപോയി. തനിക്ക് സഹായിപ്പാൻ മറ്റാരുമില്ലായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ, ആ മരുഭൂമിയുടെ ഒടുവിൽ ദൈവം മോശയെ കൊണ്ടെത്തിച്ചത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലാണ്. അവിടെ മുൾപ്പടർപ്പിൽ കൂടെ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയും. മോശയെ ദൈവം അവിടെ കൊണ്ടെത്തിച്ചു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നു. അതിൻ്റെ നടുവിൽ കൂടെ ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന് മോശയെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി ദൈവം അറിയിക്കുന്നു. ദൈവം ചില നമ്മളെക്കുറിച്ചുള്ള പ്രത്യേക അപ്പോയിൻമെൻറ്റ് വേണ്ടിയാണ് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടത്തിവിടുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലോകം കണ്ടില്ലാത്ത ഒരു ലീഡർഷിപ്പിലേക്ക് മോശയെ ദൈവം കടത്തിവിട്ടുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നു. താൻ സൃഷ്ടമേറിയൊരു ദർശനം കണ്ടു. എന്നാൽ അതിൻ്റെ ശേഷം താൻ കടന്നുപോയ പാതകളെല്ലാം ഇതുപോലെയുള്ള ഏകാന്തതയുടെ, തൻ്റെ സഹോദരൻ, തൻ്റെ മാതാപിതാക്കളെല്ലാം അകന്നുപോയി തന്നിൽ നിന്ന്. താൻ നേരിട്ട പ്രതിസന്ധി വളരെ വലിയതായിരുന്നു. നീണ്ട 13 വർഷക്കാലം താൻ വിവിധമായ ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിൽ കൂടെ കടന്നു. പൊട്ടക്കിണറിൽ തനിയായിരുന്നു. അതുപോലെ പുത്തിഫേറിൻ്റെ ഭവനത്തിൽ താൻ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. കാരാഗ്രഹത്തിൽ താൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടെ കടന്നുപോയി. എന്നാൽ നമ്മൾ വായിക്കുന്നവിടെയെല്ലാം ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നാളുകളായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. ഈജിപ്തിൽ നേരിട്ട ആ വലിയ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ജോസഫിനെ ദൈവം ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. താൻ വിവിധമായ ഏകാന്തതയിൽ കൂടെ കടന്നുപോയി. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 50:20 വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് എന്നെ ഗുണമാക്കി തീർത്തു. ആമേൻ. അവർക്ക് ബഹുജനത്തിന് മാത്രമല്ല, ഈ സഹോദരന്മാർക്കും അങ്ങനെ പല നിലകളിൽ ജോസഫ് വളരെ ഗുണമായി തീരത്തക്കോണം തൻ്റെ ഏകാന്തതയുടെ അനുഭവം തനിക്കത് ഗുണമായി തീരുവാൻ ഇടയായി. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതം നാം പഠിച്ചാൽ, ദാവീദ് മരുഭൂമിയിലായിരുന്നു. താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും, ഹല്ലേലൂയ, തൻ്റെ ആ രാജകിരീടത്തിന് പകരം തൻ്റെ ജീവനെ ഭയന്ന് ഓടിപ്പോകേണ്ട അവസ്ഥകൾ, ഗുഹകളിലും മറ്റും ഒളിച്ചിരിക്കേണ്ട അവസ്ഥകൾ, ഐസൊലേറ്റ് ആയിട്ടിരിക്കേണ്ട അവസ്ഥകൾ, എങ്ങും നിശബ്ദത, ഒരു സപ്പോർട്ടുമില്ലാതെ താൻ തനിയെ കടന്നുപോയ അവസ്ഥകളുണ്ട്. അന്നേരം മാനുഷികമായ നിലയിൽ പല കൺഫ്യൂഷൻ കടന്നു വരാം. തൻ്റെ തലയിൽ അഭിഷേക തൈലം അല്ലെങ്കിൽ രാജാവിൻ്റെ അഭിഷേകം വീണിട്ടുണ്ട്. എന്നാൽ അതല്ല ഇപ്പോൾ തനിക്ക് റിയാലിറ്റി അതല്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവം ചില ശ്രേഷ്ഠമേറിയത്
തന്നെ പഠിപ്പിക്കുന്ന സമയങ്ങളായിരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 27:14 നാം വായിക്കുമ്പോൾ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന പല വിഷയങ്ങൾ, ഇങ്ങനെയുള്ള ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാം. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഏലിയാവിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് ഏലിയാവിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ താൻ നേരിട്ടു. 40 രാവും 40 പകലും മൗണ്ട് ഹോരേബിൽ താൻ ആയിരുന്നു. ബാലിൻ്റെ പ്രവാചകന്മാർ വെല്ലുവിളിച്ച സ്ഥാനത്ത് അവിടെ നിന്ന് ഏലിയാവിന് ജയം ലഭിച്ചെങ്കിലും താൻ ഹല്ലേലൂയ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുറേ ദിവസങ്ങൾ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ ഇടപെടലും നമ്മളോടുണ്ടാകുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടാക്കി കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. മൃദുവായ ശബ്ദം കർത്താവ് നമ്മളെ കേൾപ്പിക്കും. യേശു കർത്താവിൻ്റെ ജീവിതത്തിലും ഈ ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ യേശു കർത്താവ് 40 ദിവസം ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, ഐസൊലേഷൻ നേരിടേണ്ടി വന്നതായിട്ട് നമുക്ക് കാണും. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുൻപായിട്ട് 40 ദിവസം യേശു കർത്താവ് ഒറ്റയ്ക്ക് മരുഭൂമിയിലായിരുന്നു, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. നമുക്ക് അറിയാം, അവിടെ വെച്ച് യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊന്നും യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവിടെയെല്ലാം യേശു കർത്താവ് പിശാചിനെ ജയിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അതിനെ ശത്രുവിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നീടുള്ള യേശു കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ലോകം കണ്ടിട്ടുള്ള അനേക അത്ഭുതകരം, വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ശുശ്രൂഷകൾ യേശു കർത്താവിൽ കൂടുതൽ നടന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ നാം കാണുമ്പോൾ യേശു കർത്താവ് കടന്നുപോയ ഐസൊലേഷനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 4:11 വാക്യത്തിൽ, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്നവനെ ശുശ്രൂഷിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അതിനെയൊക്കെ ജയിക്കുവാനിടയായി. ദൂതന്മാർ അടുത്തു വന്നവനെ ശുശ്രൂഷിച്ചു. യേശു കർത്താവിൻ്റെ ശരീരം ഉപവാസത്തിലും പ്രാർത്ഥനയും കഴിഞ്ഞ് ബലഹീനമായിരുന്നു. ദൂതന്മാർ ശുശ്രൂഷിച്ചു എന്ന് പറയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളതിനെ ജയിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലനം, ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇതുപോലെയുള്ള ഐസൊലേഷൻ, ചില സൈലൻസ് ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരാം. എല്ലാവരും ചുറ്റുമുള്ളപ്പോൾ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട അനുഭവം ഫീൽ ചെയ്യുന്ന പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ ജയിക്കുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരും. അനേക ഭക്തന്മാരെ ദൈവം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുവാനിടയായത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മോശയുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ, ജോസഫിൻ്റെ ജീവിതത്തിൽ നടന്നതുപോലെ, ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്നതുപോലെ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ, അതുമാത്രമല്ല നമ്മുടെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പോലും അങ്ങനെയുള്ള ഒരു സീസൺ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏകാന്തതയുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.